കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പോളിടെക്നിക്കിൽ പഠിച്ചിട്ടുണ്ട്, ടീച്ചർ ട്രെയിനിങ് ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഒരിക്കലും ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ MBA പിന്നെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവരെ അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു മാനേജ് അതേഴ്സ് ബിസിനസ് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആ ഒരു ഇൻസിസ്റ്റ് ചെയ്യാറില്ല പലരും. അപ്പോൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ലൈഫിൽ. നമ്മളെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എവല്യൂഷൻ ഓഫ് മണി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ കറൻസി ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കാണുന്ന രീതിയിൽ ഉണ്ടായത്? അത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാർട്ടർ സമ്പ്രദായത്തിൽ തുടങ്ങിയത് ആണെന്ന് പറയേണ്ടി വരും. പിന്നീട് മെറ്റൽ കറൻസി, പേപ്പർ കറൻസി, പ്ലാസ്റ്റിക് കറൻസി, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അങ്ങനെ മൊബൈൽ ആപ്പൊക്കെ വഴി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അതേ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പോൾ പുതിയൊരു കറൻസി ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതിന് പറഞ്ഞ പേരാണ് ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻ. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഈ മെറ്റൽ കറൻസി മുതൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വരെയുള്ള ഒരു കാറ്റഗറി ആയിട്ടും ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷനെ രണ്ടാമതൊരു കാറ്റഗറി ആയിട്ടും ഞാൻ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഈ ആദ്യം പറഞ്ഞത് ഒരു സെൻട്രലൈസ്ഡ് ട്രാൻസാക്ഷൻ ആണ്. ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻ സെൻട്രലൈസ്ഡ് അല്ല, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയേണ്ടി വരും. കറൻസി തന്നെയാണ്, പക്ഷെ കറൻസിക്ക് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. അത് ഒരു ടെക്നോളജിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കറൻസിയാണ്. ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി പോലെ കണ്ടക്ടറിനുള്ളിലൂടെ കടന്നു പോകുന്നു, പക്ഷെ ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ കറണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലാതെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ സെൻട്രലൈസ്ഡ് ട്രാൻസാക്ഷനിൽ പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇടയ്ക്കൊരു ബാങ്ക് ഉണ്ടാവും, ബാങ്കർ. അപ്പൊ ആ ബാങ്കറാണ് ഇത് പോസിബിൾ ആക്കി തരുന്നത്. അപ്പൊ അതിനുള്ള റിവാർഡൊക്കെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാങ്കുകാർ എടുത്തോളും. നമ്മളത് കൊടുക്കാനൊന്നും നിൽക്കേണ്ട, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തോളും. അതായത് ഞാനും നിങ്ങൾ നമ്മളൊരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടോ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ, ഇതൊരു ലീഗൽ ട്രാൻസാക്ഷൻ ആണോ, അങ്ങനെ അവർ പോസിബിൾ ആക്കും. സോ അവരവിടെ ഒരു ലെഡ്ജറിൽ അത് മാർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ലെഡ്ജറാണ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ട്രാൻസാക്ഷൻ കറൻസിയുടെ പുതിയ രൂപമാണ് ഡിജിറ്റൽ കറൻസി. അവിടെ ഡീസെൻട്രലൈസ്ഡ് ആണ്, അവിടെ ലെഡ്ജർ ഉണ്ട്, പക്ഷേ അതൊരു ഓപ്പൺ ലെഡ്ജറാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ടെക്നോളജിയാണ്, അവിടെ വ്യക്തികളില്ല. ഇപ്പൊ ബാങ്കിലാണെങ്കിൽ ഇപ്പൊ വ്യക്തികളില്ല, എനിക്കറിയാം, സോഫ്റ്റ്വെയർ ആണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളുപരി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ടെക്നോളജിയാണ്, സെർവറുകളാണ് ശരിക്കും പോസിബിൾ ആക്കുന്നത്. സോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് ഇത്തരത്തിൽ ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻ ആൾക്കാർ വൈഡായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് മാത്രം സംജാതമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഡിജിറ്റൽ അസറ്റിനെ കുറിച്ച് അപ്പോൾ പറയേണ്ടി വരും. എന്താണ് ഒരു ഡിജിറ്റൽ അസറ്റ്? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ അസറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സ്പർശിക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നതാണ് ടാഞ്ചിബിൾ. ഇപ്പൊ സ്വർണം, വെള്ളി, വജ്രം, പ്രോപ്പർട്ടി, വസ്തു, വീട്, ഇതൊക്കെയാണ്. എന്നാൽ കാണാൻ കഴിയാത്ത, ഒരിക്കലും ടച്ച് ചെയ്യാൻ കഴിയാത്ത, ഫീൽ ചെയ്യാൻ കഴിയാത്ത അസറ്റുകളുമുണ്ട്. അത് ഒരു കറൻസിയുടെ രൂപത്തിലാവാം, ഒരു വോയിസ് നോട്ടിന്റെ രൂപത്തിലാവാം, മൂവിയുടെ രൂപത്തിലാവാം, അങ്ങനെ ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ രൂപത്തിലാകാം, അങ്ങനെ എന്തുമാകാം, ഡിജിറ്റലി എക്സിസ്റ്റ് ചെയ്യുന്ന എന്തുമാകാം. അപ്പൊ ഇപ്പോൾ പറഞ്ഞു വരുന്ന പുതിയ ഒരു ബിസിനസ് ഉണ്ട്, വിർച്വൽ റിയൽ എസ്റ്റേറ്റ്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു പക്ഷേ അമേരിക്കയിലെയോ അല്ലെങ്കിൽ കൊളംബിയയിലോ, സോറി, അതായത് കൊളംബിയയിലെയോ അല്ലെങ്കിൽ ബ്രസീലിലെയോ അല്ലെങ്കിൽ ദുബായിലെയോ അല്ലെങ്കിൽ ടോക്കിയോയിലെയോ ഒരു 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 കെട്ടിടത്തിന്റെ ഉടമയാകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഫിസിക്കലി ഓൺ ചെയ്യുന്നു എന്ന് അർത്ഥമില്ല. ആ ഒരു കെട്ടിടത്തിന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചിട്ട് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിൽ അത് വാങ്ങാം, അതിന്റെ ഒരു പോർഷൻ വാങ്ങാം. അപ്പൊ അതിന്റെ വാല്യൂ അപ്പാവുന്ന സമയത്ത് അത് വിൽക്കാം, ആ കെട്ടിടം വിൽക്കാം നമുക്ക്, അല്ലെ, കെട്ടിടത്തിന്റെ ഒരു പോർഷൻ വിൽക്കാം. ആ രീതിയിലുള്ള വിർച്വൽ റിയൽ എസ്റ്റേറ്റുകളുടെ ഒരു കാലഘട്ടമാണ്. അപ്പൊ നിരവധി ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അത്തരത്തിൽ ഡിജിറ്റൽ അസറ്റുകൾ നമ്മൾ ഓൺ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ അതിന്റെ അപ്രീസിയേഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 വർഷം കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് എത്ര നമുക്ക് വാല്യൂ കൂടുതൽ കിട്ടുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മന്ത്ലി ഇൻകം പ്രൊവൈഡ് ചെയ്യും. അത് സ്റ്റേക്ക് ചെയ്താൽ മാത്രം മതി. എന്താണ് സ്റ്റേക്കിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഫോർ എ സെറ്റ് പീരീഡ് ഓഫ് ടൈം, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ് നിങ്ങൾ പ്ലഡ്ജ് ചെയ്യുകയാണ്. മന്ത്ലി നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്ലഡ്ജ് ചെയ്ത കാലഘട്ടം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ അസറ്റ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അതാണ് സ്റ്റേക്കിംഗ്. അപ്പൊ നിങ്ങൾ പ്ലഡ്ജ് ചെയ്ത അസറ്റിന് ഇന്ന് ഒരുപക്ഷെ 100 രൂപയാണ് വിലയെങ്കിൽ ഒരു വർഷത്തേക്ക് പ്ലഡ്ജ് ചെയ്തു. അപ്പൊ എല്ലാ മാസവും എത്രയാണോ ഒരു പ്രത്യേക എമൗണ്ട് നിങ്ങൾക്ക് വരുമാനമായി കിട്ടി, എന്നാൽ ആ ഒരു വർഷം അല്ലെ 1.5 വർഷം എത്രയാന്ന് വെച്ചാൽ അത് കഴിയുന്ന സമയത്ത് ഈ അസറ്റുകൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിന്റെ അന്നേരത്തെ വാല്യൂ ചിലപ്പോൾ 1000 രൂപയായിരിക്കും ഒരെണ്ണത്തിന്റെ. ഇതാണ് സ്റ്റേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ സ്റ്റേക്കിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത്. പക്ഷെ അത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ
ഒരു ക്രിപ്റ്റോ ടോക്കൺ എന്താണ്, ഒരു ക്രിപ്റ്റോ കോയിൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പൊ ഡിജിറ്റൽ കറൻസികളുണ്ട്. ആ കറൻസികൾ നമുക്കറിയാം, ഡിജിറ്റൽ കറൻസിയുടെ മറ്റൊരു പേരാണ് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ ക്രിപ്റ്റോയിൽ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയിനിലാണ്. ഓക്കെ. അപ്പൊ ബ്ലോക്ക് ചെയിൻ എവിടെയാണുള്ളത്? അത് ഇന്റർനെറ്റിലാണ്. അപ്പൊ ഇതൊരു വളരെ എല്ലാ ദിവസവും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രി. അവിടെ പല കാര്യങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആ പുതിയ ആൾക്കാർ എന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നത്. അവിടെ ഒരു ക്രിപ്റ്റോ ടോക്കൺ എന്താണ്, ക്രിപ്റ്റോ കോയിൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ക്രിപ്റ്റോ ടോക്കൺ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിനിലാണ് ഈ ടോക്കൺ അല്ലെങ്കിൽ കോയിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോയിൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു ടെക്നോളജിസ്റ്റിനെ സമീപിച്ചാൽ മതി. പക്ഷെ അതിന് വാല്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതെപ്പോഴാണ് അത് വാല്യൂ കരസ്ഥമാക്കുന്നത് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? അതൊരു കോയിനായി മാറുമ്പോഴാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഒരു പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനെ കോയിൻ എന്ന് വിളിക്കാൻ കഴിയുക. അത്ര ഒരു പുതിയ കോയിൻ, അതായത് ഒരു ലിസ്റ്റ് ചെയ്ത പബ്ലിക് ഡൊമൈനിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിൻ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പേര് TTT എന്നാണ്. ട്രേഡ് ട്രാൻസാക്ട് ത്രൈവ്. ട്രേഡ് ട്രാൻസാക്ട് ത്രൈവ് ഇതെന്നാണ് അതിന്റെ പേര്. TTT, ടൈറ്റൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. കമ്പനിയുടെ പ്രൊഫൈൽ നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നോക്കാം. ഇത് പബ്ലിക് ഡൊമൈനിൽ എന്ന് ഞാൻ പറഞ്ഞു. ഏത് പബ്ലിക് ഡൊമൈനിലാണ്? അതൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിറ്റ്മാർട്ടിലാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ടോക്കണോമിക്സ്. അതായത് ഇതൊരു ലിമിറ്റഡ് സപ്ലൈ കോയിൻ ആണ്. ഈ കറൻസിയുടെ പ്രത്യേകത വെച്ചാൽ ബിറ്റ് കോയിനെ പോലെ ലിമിറ്റഡ് സപ്ലൈ ആണ്. 360 മില്യൺ മാത്രമേ ഇതിന്റെ സപ്ലൈ. യൂട്ടിലിറ്റി കോയിൻ ആണ്. ഇതിന് യൂട്ടിലിറ്റി ഒരുപാടുണ്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിന്റെ പേര് BSC എന്നാണ്. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ എന്നാണ് അതിന്റെ പേര്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ലൈവായിട്ട് അവിടെ കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു എക്കോ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സോഷ്യൽ ട്രേഡിംഗ് ഉണ്ട്, ഇ-കൊമേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് പ്രോഗ്രാം, ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്, സ്റ്റേക്കിംഗ് പ്രോഗ്രാം, അങ്ങനെ നിരവധി കാര്യങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു യൂട്ടിലിറ്റി കാർഡുമുണ്ട്. ഈ കാർഡ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇതൊരു മാസ്റ്റർ കാർഡാണ്. ജസ്റ്റ് ലൈക്ക് ബാങ്കിന്റെ കാർഡ് പോലെയുള്ള കാർഡാണ്. അപ്പൊ നമുക്കൊരു ഡിജിറ്റൽ അസറ്റ് ഓൺ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അസറ്റ് വാല്യൂ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് അത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഒരു പണം ഉപയോഗിക്കണം അതിനെല്ലാം തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. വ്യക്തിപരമായിട്ട് ഞാൻ ദുബായിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു യൂട്ടിലിറ്റി കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ പ്രത്യേകത വെച്ചാൽ വളരെ സൗകര്യപ്രദമാണ്. ഏത് രാജ്യത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്താലും ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കണ്ട. ഇവിടെ ഈ ക്രിപ്റ്റോമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊജക്റ്റുകൾക്കും കമ്പനി ലൈസൻസുകൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ക്രിപ്റ്റോ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ പ്രൊജക്റ്റുകൾക്ക് പ്രത്യേകം തന്നെ സോൺ ഇവിടെയാണ്. ആ സോണിൽ ഇവർ സപ്പോർട്ട് ചെയ്യാണ് ഗവൺമെന്റ്. ഇവിടെ സ്കൂളുകളിൽ പിന്നെ ക്രിപ്റ്റോ വഴി നമുക്ക് ഫീസ് അടയ്ക്കാം. അതോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് ഇവിടെ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിന്റെ ഒരു കൗണ്ടർ ഈ പറയുന്ന ക്രിപ്റ്റോ ട്രാൻസാക്ഷന് വേണ്ടിയാണ്. പക്ഷെ അതിനെയും ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ കാർഡുകൾ വരുന്നത്. ഈ കാർഡുകൾ വരുമ്പോൾ കൃത്യമായ ഒരു ബാങ്കിന്റെ കാർഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ പ്രവർത്തിക്കാം. നമുക്ക് പബ്ലിക്കിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡീലറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിപ്റ്റോ ബാങ്കിൽ പോയിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം, കറൻസി ഫില്ല് ചെയ്യാം. എന്നിട്ട് അവിടെ നിരവധി രാജ്യങ്ങളുടെ കറൻസി ഉണ്ടാവും. അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ ഞാനിപ്പോ ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ INR ചൂസ് ചെയ്താൽ മതി. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ AED ചൂസ് ചെയ്താൽ മതി, ദിറംസ് ചൂസ് ചെയ്താൽ മതി. ഇനി നമ്മളൊരു ടൂർ പോവുകയാണ്, മേ ബി തായ്ലൻഡിൽ, അവിടുത്തെ ബാട്ട് എന്ന് പറഞ്ഞ കറൻസി ചൂസ് ചെയ്താൽ മതിയാവും. ഈ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇത് വെച്ച് എല്ലാ കാര്യങ്ങളും സാധ്യമാകും. വിഡ്രോവൽ സാധ്യമാകും, POS മെഷീനിൽ ഉപയോഗിക്കാം, ഓൺലൈൻ പർച്ചേസിന് ഉപയോഗിക്കാം, ഓൺലൈൻ പേയ്മെന്റുകൾ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ചോദ്യം, കൊള്ളാം, ഇപ്പൊ ഇത്രയും കേട്ടപ്പോൾ ഒരു ടെക്നോളജി ബേസ്ഡ് ആണ്, കൊള്ളാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു സ്റ്റേക്കിംഗ് കോൺട്രാക്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക? ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള കറൻസിയുടെ പേര് ഇന്ത്യൻ റുപ്പിയാണ്, പക്ഷെ അതിനെല്ലാം കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഫിയാറ്റ് കറൻസി എന്നാണ്. വെദർ ഇറ്റ് ഈസ് ഇന്ത്യൻ റുപ്പി ഓർ UAE ദിറം അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ, ഇതെല്ലാം തന്നെ ഫിയാറ്റ് കറൻസിയാണ്. അതിനെ നിങ്ങൾ ഡിജിറ്റൽ കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ ഡിജിറ്റൽ കറൻസിയിൽ ഒരു ഏകകമുണ്ട്. അതെന്ന് പറയുന്നത് ലോകത്തെല്ലാം തന്നെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള US ഡോളർ എന്ന് പറയുന്ന സാധാരണ കറൻസിയുടെ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഒരു കറൻസി ഉണ്ട്. അതിന്റെ പേരാണ് USDT, US ഡോളർ ടെതർ എന്നാണ് പേര്. അത് ആദ്യം നിങ്ങൾ വാങ്ങണം. അത് വാങ്ങാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആൾ ഹെൽപ്പ് ചെയ്യും. ഇനി അത് വാങ്ങിയതിനു ശേഷമാണ് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ TTT പർച്ചേസ് ചെയ്യുന്നത്. ആ TTT ആണ് നമ്മളിവിടെ സ്റ്റേക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു സ്റ്റേക്കിംഗ് കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്. അതിന്റെ ടെക്നിക്കാലിറ്റി എല്ലാം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആൾ പറഞ്ഞു. പക്ഷെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം?
അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോൺട്രാക്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് ടൈറ്റൻ പ്രസ്റ്റീജ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടാവണം. അത് 5 ടൈപ്പിൽ അവൈലബിൾ ആണ്. $100, 300, 1000, 3000 ആൻഡ് 5000. അങ്ങനെ 5 ടൈപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ എത്ര എമൗണ്ടിന്റെ ഒരു സ്റ്റേക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചാണ് ആ ഒരു ലൈസൻസ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ചെറിയ ലൈസൻസ് മുതലുണ്ട്. അപ്പൊ ഞാൻ ആ ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് ആണ് ചെയ്യാനുള്ളതെങ്കിൽ 100ന്റെ ലൈസൻസ് എടുത്താൽ മതിയാവും. അതിനകത്ത് പരമാവധി $500 വരെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 300ന്റെ ആണ്. $3000 വരെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. 1000ത്തിനകത്ത് 15000, 3000ത്തിനകത്ത് 60000, ദെൻ 5000ത്തിനകത്ത് 1,25,000. അപ്പൊ നമ്മൾ ഈ ഒരു എമൗണ്ട് ഒന്നും തന്നെ, ഇപ്പൊ നമ്മൾ ഈ ലൈസൻസിന് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് ഒന്നും തന്നെ സ്റ്റേക്കിങ്ങിന് വേണ്ടി പരിഗണിക്കുന്നതല്ല. പക്ഷേ അത് ഒരു ലോങ് ടൈം ബേസിസിൽ അവർ തിരികെ തരുന്നുണ്ട്. ഇപ്പം നമ്മൾ 300ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 300ൽ നമ്മൾ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എവറി ഡേ നമുക്ക് ഒരു നിശ്ചിത ശതമാനം പൈസ വന്നുകൊണ്ടിരിക്കും. 1000ൽ പരം ദിവസങ്ങൾ കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. 1000ന്റെ ലൈസൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ 1000 ദിവസങ്ങൾ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും, $1 പെർ ഡേ എന്നുള്ള നിരക്കിൽ. 3000ന്റെ ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 500ൽ പരം ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. 5000ന്റെ ആണെങ്കിൽ കൃത്യമായി 500 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, $10 പെർ ഡേ എന്നുള്ള നിരക്കിൽ. സോ ഇനി നമുക്ക് നമ്മുടെ പാർട്ടിലേക്ക് പോകാം. നമ്മൾ സ്റ്റേക്ക് ചെയ്യാൻ റെഡിയായി, ലൈസൻസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ദെൻ മൂവ് ടു സ്റ്റേക്കിംഗ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എന്താണ്. പ്രോഫിറ്റ് ഇവിടെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സ്ലൈഡ് മുതൽ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടി വരും, ഇത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ. അതായത് മന്ത്ലി എത്ര വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു 4 ഓപ്ഷനുകളിൽ നിന്ന് ചൂസ് ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, എത്ര ദിവസത്തേക്കാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2, സൈസ് എത്രയാണ്, എത്ര എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. 90 ഡേയ്സിന്റെ ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ സ്റ്റേക്ക് ചെയ്തു, പരമാവധി 500 വരെ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മന്ത്ലി റിബേറ്റ് എന്ന് പറയുന്നത് 7 മുതൽ 9% വരെ ആയിരിക്കും. ഇനി 6 മാസത്തേക്ക് അല്ലെങ്കിൽ 180 ഡേയ്സിലേക്കാണ് നിങ്ങൾ സ്റ്റേക്കിംഗ് പീരീഡ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ അസറ്റുകൾ ഈ 6 മാസവും ടച്ച് ചെയ്യാൻ പറ്റില്ല. $1500 മിനിമം അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ $1500 ഉണ്ടായിരിക്കും. ഓക്കെ, മന്ത്ലി റിബേറ്റ് ഈസ് 10 to 12% ആണ്, 10 മുതൽ 12% വരെ. ദെൻ അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 270 ഡേയ്സ് അല്ലെങ്കിൽ 9 മാസത്തെ ഒരു പീരീഡ് ആണ്. ഒരു സ്റ്റേക്കിംഗ് കോൺട്രാക്ട് ഉണ്ടാക്കണമെങ്കിൽ അറ്റ് എ ടൈമിൽ $3000 വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ കഴിയുക. 13 മുതൽ 15% വരെയാണ്. ലാസ്റ്റ് 1 ഇയർ ആണ്. നമുക്ക് സ്റ്റേക്കിംഗ് കോൺട്രാക്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ $5000 ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അത്രയും എമൗണ്ട് മിനിമം വേണ്ടി വരും. റിബേറ്റ് എന്ന് പറയുന്നത് 16 മുതൽ 18% വരെ. ഇൻ ഷോർട്ട് 7 മുതൽ 18% വരെയാണ്. ഇതൊരു ഫിക്സഡ് എമൗണ്ട് അല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഹറാം, അത് ഹലാലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മൂവ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പ്രോഫിറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്കൊരു സംശയം വരാം, എങ്ങനെയാണ് പ്രോഫിറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. വളരെ രസകരമായ സംഗതിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഞാനിവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത് $500 എന്ന് സങ്കല്പിക്കുകയാണ്. ഇപ്പൊ ഡോളർ എന്ന് പറയുമ്പോൾ US ഡോളറിന്റെ റേറ്റ് അല്ല, ശരിക്കും ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 90 രൂപയായിട്ട് നമുക്ക് എടുക്കാം. 90, 91, 92 ആ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് $1 ഈക്വൽ ടു ഇന്ത്യൻ റുപ്പി. അപ്പൊ $500 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സങ്കല്പിക്കുകയാണ്. നിങ്ങൾ കയറിയിരിക്കുന്ന പ്ലാൻ 7 to 9% എന്ന പ്ലാനിലാണ്. ഞാൻ അതിന്റെ മിഡിൽ എമൗണ്ട് ആയിട്ടുള്ള 8% എടുക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ROE കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഡെയിലി നിങ്ങൾക്ക് കിട്ടാവുന്ന ആ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഈ 500ന്റെ 8% വെച്ചാൽ $40 ആണ്. അതിനെ 30 കൊണ്ട് ഭാഗിച്ചാൽ ഒരു ദിവസം നമുക്ക് കിട്ടുന്നു $1.33 ആണ്. പക്ഷെ ഡോളറായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിരിക്കുന്നത് TTT എന്ന് പറയുന്ന അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ TTT റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം TTT ഇന്നത്തെ റേറ്റ് വളരെ നിർണായകമാണ്. അത് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രൈസ് ഞാൻ പറയാം. ഞാൻ ഇന്നത്തെ രാവിലെ തൊട്ടുള്ള പ്രൈസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഹയസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 7 സെന്റിന് അടുത്തെത്തിയിട്ടുണ്ട്, 0.07 അടുത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ലോവസ്റ്റ് റേറ്റ് എടുക്കുന്ന സമയത്ത് ഒരു 4 അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ മിഡിൽ ഫിഗർ എടുക്കുകയാണ്, 5 സെന്റ്, അതായത് $0.05. അതാണ് ഇന്നത്തെ റേറ്റ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെയിലി റിട്ടേൺ എന്ന് പറയുന്നത് ഈ $1.33 0.05 കൊണ്ട്, അതായത് ടോക്കൺ പ്രൈസ് അതാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു അത്രയും TTT ആയിട്ടാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 26.6. ഇതാണ് കാൽക്കുലേഷൻ. ഇങ്ങനെയാണ് അലോക്കേറ്റ്. ഇനി നാളത്തെ റേറ്റ് 10 സെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 1.33യെ
10, അതായത് 0.10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ 26.6 നേരെ പകുതി TTT ആയിരിക്കും നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി റേറ്റ് കുറഞ്ഞാലോ? അപ്പൊ നമുക്ക് കൂടുതൽ TTT അലോക്കേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ആ റേറ്റ് കുറയുന്നത് നിങ്ങളുടെ പ്രോഫിറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഈ സ്ലൈഡുകളിലായിരിക്കും ഞാൻ അല്പം കൂടുതൽ സമയം എടുക്കുന്നത്. പക്ഷേ ഇത് അനിവാര്യമായ സംഗതി ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പോകാം. ഇത് രസകരമായ ഉദാഹരണങ്ങളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഉദാഹരണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രസന്റേഷനകത്ത്. കാര്യം ഡിപ്പെൻഡിങ് അപ്പോൺ ആ ദിവസത്തെ റേറ്റിനനുസരിച്ചാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഫസ്റ്റ് 3 ഉദാഹരണങ്ങളിലൂടെ വളരെ വേഗത്തിൽ പോകാം. ഫസ്റ്റ് ഇല്ലസ്ട്രേഷനകത്ത് ഞാൻ ഇന്ത്യൻ റുപ്പി ഒരു $US ടെതറിന് 90 ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ടോക്കൺ പ്രൈസ് ഞാൻ ആവറേജ് പ്രൈസ് എടുത്തിരിക്കുന്നത് $0.05 ആണ്. എന്ന് വെച്ചാൽ 5 സെന്റ്. അപ്പൊ അങ്ങനെ ഒരാൾ ഈ മെയ് മാസം നിങ്ങളിപ്പോൾ പ്ലാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, മെയ് 2024 ഈ വർഷം അദ്ദേഹം ഇപ്പോൾ ഈ മാസം ചെയ്യുകയാണ്. $500 ലൈസൻസ്, $500 ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിനുവേണ്ടി 100ന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ $600 ആണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു 54,000 ഇന്ത്യൻ രൂപയാണ്. ഇനി എത്ര TTT അലോക്കേറ്റ് ചെയ്യും? അപ്പൊ ആ ഏത് സമയത്താണ് ഇദ്ദേഹം ചെയ്യുന്നത്, ആ സമയത്തെ പ്രൈസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളുടെ പിന്നെ എക്സ്ചേഞ്ചിൽ ബിറ്റ്മാർട്ടിൽ പോയി നോക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മുടെ ബാക്ക് ഓഫീസിൽ ഓരോ മണിക്കൂറിന്റെ ഇന്റർവെല്ലാണ് ആ ഫിഗർ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മണിക്കൂർ, ഇപ്പൊ ഇന്ത്യയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അരമണിക്കൂറിന്റെ, അതായത് ഒരു മണിക്കൂർ തന്നെയാണ്, പക്ഷെ 10:30 മണി, പിന്നെ 11:30ക്കാണ് മാറുന്നത്. 12:30, അങ്ങനെ 1:30, 2:30, 3:30 അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പൂർണ്ണസംഖ്യയിലാണത്. 10, 11, 12, 13 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കണക്കിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ അലോക്കേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന TTT എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? $500 ആ സമയത്തുള്ള റേറ്റ് ആയിട്ടുള്ള, ഞാനിപ്പോ ഇന്നത്തെ ഒരു ആവറേജ് റേറ്റ് എടുത്തിരിക്കുന്നത് 0.05 സെന്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര TTT കിട്ടുന്നു, എത്ര നമ്പർ കിട്ടുന്നു, അതാണ് അലോക്കേറ്റഡ് TTT ഈക്വൽ ടു 10,000 ആണ് ഈ കേസിൽ. ഇനി മന്ത്ലി പ്രോഫിറ്റിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സ്റ്റേക്കിംഗ് പീരീഡിന് ശേഷം നിങ്ങളുടെ അസറ്റ് തിരികെ തരണം കമ്പനിക്ക്. അത് തിരികെ തരുന്നത് ഒറ്റയടിക്ക് തിരികെ തരത്തില്ല, 3 മാസത്തെ ഇടവേളയിലാണ് തിരികെ തരുന്നത്. അത് നിങ്ങളുടെ കോൺട്രാക്ട് കഴിഞ്ഞിട്ട് 1 മാസം പിന്നിടുമ്പോഴാണ് ആദ്യത്തെ മാസം, പിന്നെ 2, 3 മാസം. എത്ര വീതം തരുന്നു എന്ന് വെച്ചാൽ 20%, 30% ആൻഡ് 50% ഇങ്ങനെയാണ് തിരികെ തരുന്നത്. നമുക്കിവിടെ ഇന്നിപ്പം മെയ് ആണിത്. അപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസമാണ്. അപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കൊണ്ട് നമ്മുടെ കോൺട്രാക്ട് കഴിഞ്ഞു ഈ പീരീഡ്, ഈ ഒരു വ്യക്തിയുടേത്. അങ്ങനെയുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് ടോക്കൺ റിലീസ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടിന്റെ 20% റിലീസ് ചെയ്യുന്നു. 20% TTT കിട്ടുന്നു. 2,000 ആണ് ആക്ച്വലി. ഈ പീരീഡിന് വെസ്റ്റിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് മന്ത്, അതായത് ഒക്ടോബർ 2024 30% റിലീസ് ചെയ്യുന്നു, 3,000. നവംബർ 2024 വെസ്റ്റിംഗ് പീരീഡിലെ 3ാമത്തെ മാസം 50% റിലീസ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 10,000 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 3 മാസം നിങ്ങൾ സ്റ്റേക്ക് ചെയ്തു, പിന്നീട് 3 മാസം ഇങ്ങനെ കിട്ടി. അപ്പൊ കിട്ടുന്ന നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. മന്ത്ലി നിങ്ങളുടെ റിട്ടേൺ മന്ത്ലി വിൽക്കാവുന്നതാണ്. അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ ഇതിനെല്ലാം കൂടെ ഒരുമിച്ചാക്കാൻ ശ്രമിക്കുകയാണ്, കണക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു, ഒരു 6 മാസം കഴിയുമ്പോഴുള്ള ടോക്കൺ പ്രൈസ് എത്ര വേണമെങ്കിലും ആകാം. ക്രിപ്റ്റോ കറൻസിയാണ്, എത്ര വേണമെങ്കിലും ആവാം. ഇറ്റ് ക്യാൻ ഗോ അപ് ടു എനി ലെവൽ. ഇനി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 സെന്റിന് 6 മാസത്തിന് ശേഷം 30 സെന്റിലാണ് അദ്ദേഹം ഇത് വിൽക്കുന്നതെന്ന് ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഈ 10,000 30 സെന്റ് വിൽക്കുമ്പോൾ $3,000 അദ്ദേഹത്തിന് കിട്ടും. അത് ഈക്വൽ ടു 2,70,000 ആണ്. ഇനി നമുക്ക് മന്ത്ലി കിട്ടിയിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട് അവിടെ. അത് എത്രയാണ്? ഇദ്ദേഹം കയറിയിരിക്കുന്ന പ്ലാൻ 7 മുതൽ 9% വരെ എന്നുള്ള പ്ലാനിലാണ്. ഞാൻ 7 എന്നുള്ള ഒരു ബേസ് മിനിമം എടുക്കുന്നു. അപ്പോൾ $500 ആണ് ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ മന്ത്ലി റിട്ടേൺ എപ്പോഴും ഡോളറിൽ കണ്ടുപിടിച്ചിട്ട് TTT ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ് പതിവ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഡോളറിൽ തന്നെ എടുക്കുന്നു. $35 പെർ മന്ത് ആണ് ഇദ്ദേഹത്തിന്റെ റിട്ടേൺ. അങ്ങനെ ഉണ്ടെങ്കിൽ 3 മാസം കൊണ്ട് $105 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. 9,540 രൂപ ടോട്ടൽ പ്രോഫിറ്റ് അദ്ദേഹം ഏൺ ചെയ്തിരിക്കുന്നത്. ഈ ടോക്കൺ വിറ്റ സമയത്തുള്ള 3,000, പിന്നെ ഈ ഒരു മന്ത്ലി 105, 3,105. ഇനി നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് ഈ 3,105-ൽ നിന്നും ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള $600 മൈനസ് ചെയ്താൽ മതി. സോ 3,105 മൈനസ് 600 ഈക്വൽ ടു $2,505. നമുക്ക് 2,20,450 ആൻസർ കിട്ടും. സോ ഇവിടെ 54,000 രൂപ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലേ? എങ്ങനെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുന്നത്? അത് കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ക്രിപ്റ്റോ ഇൻഡസ്ട്രി മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിന് ഇതിൽ കൂടുതൽ കിട്ടാം, സാധ്യതയുണ്ട്. പക്ഷെ ഞാനത് കാണിച്ച് എക്സാജറേറ്റ് ചെയ്യുന്നില്ല.
ഏറ്റവും മിനിമത്തിലാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോഫിറ്റിലേക്ക് വരുന്നത്? ഇന്നോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഇന്നലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ ഒക്കെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 0.2, അതായത് 2 സെന്റിൽ നിന്നും. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ കോമൺ സെൻസ് എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിലും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണം, മിനിഞ്ഞാന്ന് ഒരാൾ വാങ്ങിയെന്ന് വിചാരിക്കുക, ടോക്കൺ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു 3-4 ദിവസം അദ്ദേഹം വെയിറ്റ് ചെയ്തു, സ്റ്റേക്ക് ചെയ്തില്ല. ഇന്നാണ് സ്റ്റേക്ക് ചെയ്തിരിക്കുന്നതെങ്കിലോ 2 സെന്റിനാണ് വാങ്ങിയത്. ഇന്ന് സ്റ്റേക്ക് ചെയ്യാൻ പറ്റിയ, രാവിലെ സ്റ്റേക്ക് ചെയ്തിരുന്നെങ്കിൽ അത് ഒരു 7 സെന്റിനടുത്ത് പിന്നെ ചെയ്യാമായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ 3 മടങ്ങായിട്ട് ഇതിനെ സങ്കല്പിക്കുക. 3 മടങ്ങായിട്ട് സങ്കല്പിക്കുക. അദ്ദേഹം $5000 അദ്ദേഹം വാങ്ങിയത്. TTT വാങ്ങി ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പൊ ഈ 3-4 ദിവസം കൊണ്ട് ഇത്രയും ഫ്ലക്ച്വേഷൻ വന്നില്ലേ? അപ്പൊ 7 എന്നുള്ളത് ഞാൻ 6 ആയിട്ട് എടുക്കുകയാണ്, 3 മടങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ $5000 വാങ്ങിയ TTT വാല്യൂ അപ്പോൾ തന്നെ ഈ 2-3 ദിവസം കൊണ്ട് തന്നെ $15000 ആയി മാറി. 3 മടങ്ങ്. 5000 4 സെന്റ് ആണെങ്കിൽ അത് 10000 ആയി. 6 സെന്റ് ആണെങ്കിലോ വീണ്ടും ഒരു മടങ്ങ് കൂടെ. അപ്പൊ $15000 ആയി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? $15000 റിട്ടേൺ ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. സോ ഇങ്ങനെയുള്ള ചില, അപ്പൊ കോമൺ സെൻസിന്റെ ബിസിനസ് ആയത്. അപ്പൊ കോമൺ സെൻസിന് ഒരു എക്സ്പ്ലനേഷൻ കൂടെ ഞാൻ പറയാം. കോമൺ സെൻസ് ഈസ് കോമൺലി അൺകോമൺ ഇൻ കോമൺ പീപ്പിൾ. അതായത് സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ കണ്ടുവരാത്തൊരു കാര്യമാണ്. ഇതാണ് കോമൺ സെൻസ്. അപ്പോൾ നമ്മൾ കോമൺ സെൻസ് എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പക്ഷേ കോമൺ സെൻസ് കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം. ഈ ഉദാഹരണം ഇന്നത്തെ റേറ്റ് 0.05 തന്നെയാണ്, പക്ഷെ ഉദാഹരണത്തിലെ ഫിഗറുകൾ മാറുകയാണ്. ഞാനിവിടെ ഫിഗറുകൾ ഇങ്ങനെ മാറ്റുന്നു. അതായത് അദ്ദേഹം വന്നിരിക്കുന്നത് 300ന്റെ സബ്സ്ക്രിപ്ഷനും അതിൽ $1500 ഇൻവെസ്റ്റ്മെന്റുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. $300 ലൈസൻസ്, 1500, ടോട്ടൽ 1,62,000 രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ TTT അലോക്കേഷൻ 1500 ഡിവൈഡഡ് ബൈ ഒരു ആവറേജ് പ്രൈസ് $0.05 ആണ്. അത് എത്രയാണ്? 30,000. ഇനി 6 മാസ കോൺട്രാക്ട് ആണിത്. 7ാമത്തെ മാസം അദ്ദേഹത്തിന് TTT റിലീസ് ചെയ്യുന്നു. ഇപ്പൊ 20% റിലീസ് ചെയ്യുന്നു. ഡിസംബർ 2024. ആ 30,000ന്റെ 20% 6,000 ആണ്. ഇനി ജനുവരി 2025 30% റിലീസ് ചെയ്യുന്നു, 9,000. ഇനി ഫെബ്രുവരി 9ാമത്തെ മാസം 50% റിലീസ് ചെയ്യുന്നു, 15,000. അങ്ങനെ ടോട്ടൽ 30,000 റിലീസ് ചെയ്തിട്ടുണ്ട്. ആ കിട്ടിയ 30,000 അദ്ദേഹം എത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര ഡോളറിന്? ഞാനിവിടെ ഒരു അസംഷനിലേക്ക് പോവാണ്. 40 സെന്റ് എന്ന് പറയുന്ന ഒരു അസംഷനിലേക്ക് പോവാണ്. ആ 30,000 അദ്ദേഹം 40 സെന്റ് വിൽക്കാൻ കഴിഞ്ഞാൽ $12,000 കയ്യിലുണ്ടാവും. അപ്പോൾ തന്നെ 10,80,000 രൂപയായി. ഇനി ടോട്ടൽ പ്രോഫിറ്റ് അദ്ദേഹം ഈ 6 മാസം ഏൺ ചെയ്തിരിക്കുന്ന എത്രയാണെന്ന് നോക്കേണ്ടതുണ്ട്. 10 മുതൽ 12% വരുന്ന ഒരു പ്ലാനിലേക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ 10% നമുക്ക് എടുക്കാം. അപ്പോൾ 1500 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10% 150 ആണ്. 150 ഗുണം 6 മാസം, അപ്പോൾ 900 കിട്ടി. അതിൽ മാറ്റമൊന്നുമില്ല. ഏകദേശം നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. 81,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 12,000 പ്ലസ് 900 ആണ്. അപ്പോൾ 12,900 പിന്നെ ഡോളറാണ്. അത് വന്നിട്ട് 11,61,000 രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ നിന്ന് കുറച്ചാൽ മതിയാവും. 12,900 മൈനസ് 1,800, അപ്പോൾ $11,100 ആണ്, ഈക്വൽ ടു 9,99,000 രൂപ. ലെറ്റ് ഇറ്റ് ബി 10 lakh. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഈ കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ TTT ഉള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ല അതിനകത്ത് വേറെ പിന്നെ മസ്തിഷ്ക പ്രക്ഷാടനം നടത്തേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് കോമൺ സെൻസ്. അപ്പോൾ ഇതേ വ്യക്തി തന്നെ 2 മാസം കഴിഞ്ഞാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ, അപ്പോൾ ടോക്കണിന്റെ പ്രൈസ് ഒരു പക്ഷേ 20 സെന്റ് ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ 15 സെന്റ് ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ 10 സെന്റ് ആവുകയാണെങ്കിലോ ഈ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇതിന് നേരെ പകുതിയോ 1/4 ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് 1 ഇയറിന്റെ ഒരു ഓപ്ഷൻ കൂടെ നോക്കാം. ടോക്കൺ പ്രൈസ് ഒക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഫിഗർ മാത്രം മാറുന്നു. $5,000 ഇൻവെസ്റ്റ്മെന്റ്, $1,000 സബ്സ്ക്രിപ്ഷൻ, $6,000 ആണ്. അദ്ദേഹം അങ്ങനെ $5,000 ഇന്നത്തെ അലോക്കേഷൻ വെച്ചിട്ട് 0.05 എന്ന് പറഞ്ഞ റേറ്റ് ആണ്. അപ്പോൾ 1 ലക്ഷം TTT അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നു. ഒരു വർഷം കഴിഞ്ഞ് 13ാമത്തെ മാസം, എക്സാക്ട്ലി ജൂൺ 2025 20% റിലീസ് ചെയ്യുന്നു. 14ാമത്തെ മാസം ജൂലൈയിൽ 2025 30%. ഇനി 15ാമത്തെ മാസം, അതായത് ഓഗസ്റ്റ് 2025 50% റിലീസ് ചെയ്യുന്നു. ഈ ടോട്ടൽ കിട്ടിയിരിക്കുന്നത്, ഞാനൊരു അസംഷനിലേക്ക് പോവാണ്, 1 വർഷത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് ഞാൻ പറയുന്നത്. അതായത് പോസിബിൾ മിനിമം എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. $1/2 ഇത് സെല് ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രോഫിറ്റ് $50,000 ആണ്, ഈക്വൽ ടു 45 ലക്ഷം രൂപയാണ്. ഇനി അദ്ദേഹം കയറിയിരിക്കുന്ന പ്ലാൻ ഇതാണ്. 16 മുതൽ 18% വരെയുള്ള പ്ലാനിലേക്കാണ് അദ്ദേഹം കയറിയിരിക്കുന്നത്.
അപ്പോൾ 16 എന്ന് പറയുന്ന ഒരു മിനിമമായിട്ട് എടുത്തു കഴിഞ്ഞാൽ $5000 16% $800 പെർ മന്ത്. അപ്പോൾ ഇൻറ്റു 12, അപ്പോൾ 9600 ആണ്. 8,67,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇനി ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50,000 പ്ലസ് 9600 $59,600 ആണ്. 53,64,000 രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6,000 കുറച്ചാൽ മതി ഇതിനകത്ത്. അങ്ങനെ കുറയ്ക്കുമ്പോൾ 53,600 എന്ന ആൻസർ കിട്ടുന്നു. 48,24,000 രൂപ. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. ഇന്നത്തെ ടോക്കൺ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രത്യേകതയുള്ളത്. സോ ടൈറ്റൻ വെർഷൻ 2 എന്ന് പറയുന്ന ഇത്തരം അത്ഭുതങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒരു ബിസിനസ്സാണ്. കഴിഞ്ഞ ഈ ടോക്കൺ പ്രൈസിൽ എൻ്റെ ടീമിൽ ഒരാൾ $5000 ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സമയമില്ലാത്തതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ചെയ്യാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. ആ വ്യക്തിക്ക് ഇന്നത്തെ റേറ്റിൽ അദ്ദേഹം ചെയ്തപ്പോൾ ആ ടോട്ടൽ $5000 എന്ന് പറഞ്ഞാൽ അദ്ദേഹം $10,000 മുകളിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പം 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തന്നെ ഡബിളായി കഴിഞ്ഞു. സോ ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ക്രിപ്റ്റോയിൽ സംഭവിക്കുന്ന ചില അസുലഭമായ അവസരങ്ങളാണ്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ മൂവിങ് ടു പ്രോബബിൾ ആയിട്ടുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ലഭിക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ് പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. അതായത് ഞാനിവിടെ 1.5 വർഷത്തിന് ശേഷവും അല്ലെ 1 വർഷത്തിന് ശേഷവും $0.50 കണക്കിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് $1 ആവാം, $1.5 ആവാം, $2 ആവാം, $5 ആവാം. മേ ബി അങ്ങനെ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുവഴി കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ് വെച്ചാൽ പ്രോഫിറ്റ് ഏൺ ബൈ സ്പോട്ട് ട്രേഡിംഗ് വിത്ത് TTT/USDT. TTTയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ലിസ്റ്റഡ് കോയിനാണത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇത് സ്പോട്ട് ട്രേഡ് ചെയ്യാം, വാങ്ങാൻ വിൽക്കാം. വില കുറയുമ്പോൾ വാങ്ങുക, വില കൂടുമ്പോൾ വിൽക്കുക. കോമൺ സെൻസ് ആണ്. ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കും ഒരു മാസത്തിൽ. മൂന്നാമത്തത് റിബേറ്റ് ഫ്രം യൂസേജ് ഓഫ് ത്രൈവ് കാർഡ്. അതായത് ത്രൈവ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഇറങ്ങിയിട്ടില്ല, ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഇറങ്ങുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന്റെ 8% റിട്ടേൺ വരുവാനാണ്. അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. ഫോർത്ത് എന്ന് വെച്ചാൽ ബെനിഫിറ്റ് ഫ്രം അപ്രീസിയേഷൻ ഓഫ് ഡോളർ റേറ്റ്. അതായത് ഡോളർ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഗതിയിലാണല്ലോ ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങിയത്. ഇപ്പൊ നമ്മളുടെ നാട്ടില് നമുക്കറിയാം, ഈ ഐ ലവ് ഇന്ത്യ ബിക്കോസ് ഇന്ത്യ ഇസ് മൈ കൺട്രി. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നു, പിന്നെ ഈ ഇൻഫ്ലേഷൻ റേറ്റ് ഏറ്റവും കൂടിയ കറൻസികളിലൊന്നാണ് ഇന്ത്യൻ കറൻസി. അപ്പൊ നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങും. ഓക്കെ, 10 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപ ബാങ്കിലിടും. 10 വർഷം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ 6 ലക്ഷം ഉണ്ടാവും. ഇറ്റ് ഇസ് ട്രൂ. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 വർഷത്തിന് മുമ്പ് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇന്ന് പോയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ? ഇല്ല. അതിലപ്പോൾ 16 ലക്ഷം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 20 ലക്ഷം കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ സംഗതി. അപ്പൊ ഡോളർ അപ്രീസിയേഷൻ എന്താണ്? ഞാനിവിടെ UAE വന്നത് 10 വർഷം മുമ്പാണ്. 10 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ UAE ദിറമിന്റെ വില എന്ന് പറഞ്ഞാൽ 15 ആയിരുന്നു. അതായത് ഞാൻ ഒരു UAE ദിറം കൊടുത്തിട്ട്, അല്ലെ ഇവിടുന്ന് പൈസ അയക്കുമ്പോൾ അവിടെ എത്ര കിട്ടും? ഒരു ദിറം അയക്കുമ്പോൾ 15 രൂപ കിട്ടുമായിരുന്നു. അല്ല, അന്ന് അങ്ങനെ കിട്ടിക്കൊണ്ടത് 10 വർഷം മുമ്പ്. ഇപ്പൊ എത്രയാണ്? 22.7 ആണ് ഇപ്പോഴത്തെ റേറ്റ്. അപ്പൊ ഞാൻ അന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് UAE ദിറം വാങ്ങി എന്റെ കൈ ചുമ്മാ വെച്ചിരുന്നാൽ മതിയായിരുന്നു, ബാഗിനകത്ത് ചുമ്മാ വെച്ചിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ട് ആ പൈസ എടുത്തിട്ട് ഇപ്പൊ അയച്ചു കഴിഞ്ഞാൽ എത്ര രൂപയുടെ വ്യത്യാസം വന്നത്? ഇതാണ് ഈ ഡോളർ അപ്രീസിയേഷൻ എന്ന സംഗതിയുണ്ട്. അതായത് ഈ ഡോളറിന്റെ റേറ്റ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ കണ്ട ഒരാൾ എന്തോ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ട് അയാൾ പറഞ്ഞില്ല, അതായത് ഇന്ത്യൻ റുപ്പി ഡോളറിന്റെ റേറ്റിനോട് ഈക്വൽ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ അത് പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഡോളർ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളിപ്പോ നിങ്ങളുടെ അസറ്റ് വാങ്ങിയിരിക്കുന്നത് 90 റുപ്പീസിന് നിരക്കിലാണ് വാങ്ങിയിരിക്കുന്നത്. ഈ 1.5 വർഷം കഴിയുമ്പോൾ അത് 95 ആവുകയാണെങ്കിലോ, ഇതിനെ പറയുന്ന ഈ 5 എക്സ്ട്രാ കിട്ടില്ലേ, അതിനെ പറയുന്ന ഡോളർ അപ്രീസിയേഷൻ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ നമുക്ക് ഇങ്ങനെയൊന്ന് സമ്മറൈസ് ചെയ്യാം. ലോ എൻട്രി ബാരിയർ ആണ്, ഹൈ റിട്ടേൺ ആണ്, ലോ റിസ്ക് ആണ്, ഷോർട്ട് ടേം പ്ലാനുകളാണ്, ക്യാപിറ്റൽ അഷുറൻസ് ഉണ്ട്. അത് നമ്മൾക്ക് ഞായറാഴ്ചയിൽ നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പറഞ്ഞുതരാം. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഇവിടെ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഈ മീറ്റിംഗ് ഇപ്പോൾ ഇത് പോകരുത്. കാരണം അല്പസമയം എടുത്തെങ്കിലും ഇനിയുള്ള പ്രസന്റേഷന്റെ ഭാഗം എന്ന് പറയുന്നത് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഐ വിൽ ട്രൈ ടു കംപ്ലീറ്റ് വിത്തിൻ 10 മിനിറ്റ്സ്. ഗ്ലോബൽ പാർട്ട്നേഴ്സ് പ്രോഗ്രാം, അതായത് ഇതൊരു കോമ്പൻസേഷൻ പ്ലാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ റിവാർഡ്സ് എന്ന് പറഞ്ഞ കമ്പനി ഈ കോമ്പൻസേഷൻ പ്ലാനിൽ കുറച്ച് വരുമാനം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, റിവാർഡ്സ് ആൻഡ് ഡിവിഡൻറ്റുമായിട്ട്, റിവാർഡുകളും ഡിവിഡൻറ്റുകളും.
എങ്ങനെയാണ് റിവാർഡുകൾ കൊടുക്കുന്നത്? കമ്പനിയിലേക്ക് സെയിൽസിൽ നിന്നാണ് റിവാർഡ് കൊടുക്കുന്നത്. സെയിൽസ് എന്താണ്? സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലൈസൻസിങ്ങിന്റെ സെയിൽസ് ആണ്. അത് വെച്ചിട്ട് ഈ 4 റിവാർഡുകൾ കൊടുക്കുന്നു. ഇനി ഡിവിഡൻഡ് എന്താണ്? ബിസിനസ്സിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ സെയിൽസും ബിസിനസ്സുമാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേക്കിങ്ങിന്റെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് കൊടുക്കുന്നത്. അപ്പം കസ്റ്റമറുടെ ക്യാപിറ്റൽ എമൗണ്ടിൽ ടച്ച് ചെയ്യാതാണ് അത് കൊടുക്കുന്നത്. 1 by 1 ചെക്ക് ചെയ്യും. ഫസ്റ്റ് റെഫറൽ റിവാർഡാണ്. നിങ്ങൾക്ക് 12% റെഫറൽ റിവാർഡ് ഉണ്ട്. ഒരു കസ്റ്റമർ നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 12% റെഫറൽ റിവാർഡ്. പക്ഷെ മൾട്ടിപ്പിൾ ടൈംസിൽ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു കസ്റ്റമറെ കൊണ്ടുവന്നിട്ടുള്ളത് $300 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാം, അദ്ദേഹം ഈ ബിസിനസ്സിൽ ഇന്നാണെന്നുണ്ടെങ്കിൽ എന്നായാലും അദ്ദേഹം അയാളുടെ ലൈസൻസ് 1000 അപ്ഗ്രേഡ് ചെയ്യും. പിന്നീട് അത് 3000 അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഓരോ സമയത്തും അദ്ദേഹം എക്സ്ട്രാ പേയ്മെന്റ് അടക്കണം. ദ ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയും. 300 നിന്ന് 1000 പോകുമ്പോൾ 700 അടക്കണമല്ലോ. അതിന്റെ 12% നിങ്ങൾക്ക് വീണ്ടും കിട്ടും. അതാണ് മൾട്ടിപ്പിൾ ടൈംസിൽ റെഫറൽ റിവാർഡ്. 2 പെയറിംഗ് റിവാർഡാണ്. ഇതൊരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി മൂലമുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു 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 റീറ്റെയിലിംഗ് ഓപ്ഷനാണ്. അപ്പം നമുക്ക് ആ ഒരു ടീം ബിൽഡിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. അവിടെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ ഒരു കമ്പനി ഞാൻ ഉദാഹരണം പറയാം, ആംവേ ഇന്ത്യ എന്റർപ്രൈസസ്. തുടങ്ങിയത് 1998 2000 മുമ്പാണ് തുടങ്ങിയത്. അത് തുടങ്ങിയിട്ട് ഏകദേശം 25ഓളം വർഷമായി വരുവാണ്. ഇവിടെ പല വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പ്രോക്ടർ ആൻഡ് ഗാംബിളിന്റെയും കോൾഗേറ്റ് പാമോലിവിന്റെ ഒക്കെ ടേൺ ഓവറിനെ അവർ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും വിൽക്കുന്നത് കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഒരാൾക്കാർ ട്രഡീഷണൽ ബിസിനസ് വഴി ചെയ്യുന്നു, മറ്റേ ആൾക്കാർ ഇതുവഴി ചെയ്യുന്നു. ആ മീഡിയം മാത്രമല്ല, മോഡ് ഓഫ് ഓപ്പറേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാറ്റി വെക്കുക, ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി ഏകദേശമൊക്കെ അതിന് സിമിലർ ആണ്. പക്ഷേ ഈ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് പ്ലാനാണ്. അതായത് ഇവിടെ 2 സ്ട്രക്ചർ അവൈലബിൾ ആണ് നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ. അതിലൊന്ന് ഇതുപോലുള്ള ഒരു ബൈനറി സ്ട്രക്ചർ, 2 ഒരു പ്ലേസ്മെന്റ് സ്ട്രക്ചർ. ഇപ്പൊ എന്താണ് ഒരു ബൈനറി സ്ട്രക്ചറും പ്ലേസ്മെന്റ് സ്ട്രക്ചറുള്ള വ്യത്യാസം? രണ്ടും നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ കാണാൻ പറ്റും. ഈ ഒരു പ്ലേസ്മെന്റ് സ്ട്രക്ചറിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുതന്നിരിക്കുന്ന ആൾക്കാരെ 2 ടീമായിട്ട് കണക്ട് ചെയ്യാനേ കഴിയുകയുള്ളൂ. ഇപ്പൊ ഇദ്ദേഹം ഈ സ്മൈൽ ചെയ്യുന്ന വ്യക്തി നേരിട്ട് 5 പേരെ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. 5 പേരെയും വ്യത്യസ്തമായ ഒരു സിമ്പൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റെഫറൽ ഹൈറാർക്കിയിൽ, അതായത് സ്പോൺസർ ഡയഗ്രത്തിൽ ഇവരെ എങ്ങനെ കാണാൻ പറ്റും? നേരിട്ട് തന്നെ അവർക്ക് കാണാൻ പറ്റും. ഇനി ആ 2 വ്യക്തികൾ പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ അവർ ഓരോരുത്തരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെ വരും? അവർക്ക് നേരെ വരും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പരിഗണിക്കുന്നത് പ്ലേസ്മെന്റ് ഡയഗ്രമാണ്. ഈ പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ ലൈസൻസിങ്ങിന്റെ എമൗണ്ട് ആണ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് ആണ് പരിഗണിക്കുന്നത്. അതിൽ ഒരു ടീമിന്റെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൂടുതലായിരിക്കും, എന്നിട്ട് അത് ചെറുതായിരിക്കും, കുറവായിരിക്കും. ആ ചെറിയ എമൗണ്ട് ഉള്ള ഗ്രൂപ്പിന്റെ വോളിയം എത്രയാണോ അതിന്റെ 10% ആണ് നിങ്ങളുടെ പെയറിംഗ് റിവാർഡ്. അത് ഓരോ ദിവസവും കാൽക്കുലേറ്റ് ചെയ്യും, അന്ന് തന്നെ തരും. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ കൊടുത്തിരിക്കുന്ന 2000 ആണ് വോളിയം. അതിന്റെ 10% വെച്ചാൽ 200 ആണ്. അത് വേറെ ദിവസം 5000 ആകുമ്പോൾ 500 ആയി. വേറെ ദിവസം 10,000 ആകുമ്പോഴോ 10% തന്നെ 10,000 ആയി. അപ്പോ ഇതിന് നിങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട്. ഡെയിലി അപ്പർ ലിമിറ്റ് എന്നോ ഡെയിലി സീലിംഗ് ലിമിറ്റ് എന്നോ ഡെയിലി ക്യാപ്പിംഗ് ലിമിറ്റ് എന്നോ എന്ന് പറയും. അത് നിങ്ങളുടെ എടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിന് തുല്യമായിരിക്കും. നിങ്ങൾ 1000 ആണെങ്കിൽ ഡെയിലി സീലിംഗ് ലിമിറ്റ് 1000 ആയിരിക്കും, 3000 ആണെങ്കിൽ 3000, 300 ആണെങ്കിൽ 300. സോ മൂവിങ് ടു ടൈറ്റന്റെ പാർട്ട്ണർ റിവാർഡാണ്, പാർട്ട്ണർ ഇൻസെന്റീവ് ആണ്. അവിടെ നിങ്ങൾക്ക് പെയറിംഗ് റിവാർഡ് കിട്ടി, പക്ഷെ അതേ വോളിയത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു റിവാർഡും കൂടെ തരുന്നതായിരിക്കും. പക്ഷെ പരിഗണിക്കുന്നത് നിങ്ങളുടെ പ്ലേസ്മെന്റ് ഡയഗ്രം മാത്രം, പാർട്ട്ണർ അതായത് സ്പോൺസർ ഡയഗ്രം മാത്രമാണ് പരിഗണിക്കുന്നത്. അത് പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ നിങ്ങൾ മുകളിലുള്ള ആൾക്കാർക്കും ആൾക്കാരെ കണക്ട് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ സ്പോൺസർ ഡയഗ്രം റെഫറൽ ഹൈറാർക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരും അവർ വഴി വന്ന ആൾക്കാരെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനകത്ത് എത്ര ലൈസൻസിങ് നടന്നിട്ടുണ്ട് അതിന്റെ 2 മുതൽ 10% വരെയാണ് ഈ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബിസിനസ്. കിട്ടണമെങ്കിൽ ഒരു റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. റാങ്കിന്റെ പേര് ജൂനിയർ പാർട്ട്ണർ. അക്യുമുലേറ്റഡ് ആയിട്ടുള്ള റിവാർഡുകൾ ഞങ്ങൾ കൂട്ടി നോക്കുമ്പോൾ എന്നാണോ $3,000 നിങ്ങൾ എത്തുന്നത്, ആ ഒരു റിവാർഡ് ഏൺ ചെയ്യുന്നത്, അപ്പോൾ മുതൽ ആ ദിവസം മുതൽ 2% സ്റ്റാർട്ട് ചെയ്യും. അത് എപ്പോഴാണ് 10,000 എത്തുന്നത് 4% ആക്കും. എപ്പോഴാണ് 40,000 ആവുന്നത് അപ്പോൾ നിങ്ങളുടെ റാങ്ക് മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ റാങ്ക് സീനിയർ പാർട്ണറാണ്, മൂന്നാമത്തെ റാങ്ക് എക്സിക്യൂട്ടീവ് പാർട്ണറാണ്, നാലാമത്തെ റാങ്ക് 100,000 അല്ലെങ്കിൽ $1,00,000 അക്യുമുലേറ്റഡ് റിവാർഡ് നേടിക്കഴിയുമ്പോൾ 8% സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് വൺ 200,000 ആണ്, 10% സീനിയർ എക്സിക്യൂട്ടീവ് പാർട്ണർ. സോ പേഴ്സണലി ഐ ആം എ സീനിയർ എക്സിക്യൂട്ടീവ് പാർട്ണർ ഇൻ ദിസ് പ്രോഗ്രാം. 10% നല്ലൊരു ഇൻകമാണ്, എവറി ഡേ ഇൻകമാണ്. മൂവിങ് ടു സ്റ്റെല്ലാർ ലീഡർഷിപ്പ് റിവാർഡ് പുതിയ തുടക്കക്കാർക്കുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വന്നു,
ഇന്ന് വന്നു ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഇതുപോലെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ 4 പേരെ നേരിട്ട് സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും. ആ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 4 പേരിൽ ആരാണോ ഏറ്റവും ചെറിയ ലൈസൻസ് എടുത്തിരിക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നു. ഒരു പിന്നായിട്ടാണ് തരുന്നത്. ഒന്നുകിൽ അത് നിങ്ങൾക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രേഡിന് ഉപയോഗിക്കാം. ഡിവിഡൻസ് നല്ലൊരു വരുമാനമാണ്. അതായത് നിങ്ങളുടെ റെഫറൽ ഹൈറാർക്കി അല്ലെങ്കിൽ സ്പോൺസർ ഡയഗ്രമാണ് പരിഗണിക്കുന്നത്. നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങളുടെ ഒന്നാമത്തെ ലെവലിൽ, അതിൽ ആരെങ്കിലും ഒരാളെ സ്പോൺസർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രണ്ടാമത്തെ ലെവലിൽ വരും. ആ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾ വേറെ ആളെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ലെവലിൽ പോയി. ഇത്തരത്തിൽ 12 ലെവൽ വരെയുള്ള ടിയർ ഡിവിഡൻഡ് ആണ് നിങ്ങൾക്ക് കിട്ടുക. എന്താണ് ഈ ടിയർ ഡിവിഡൻഡ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ സംഗതിയല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അദ്ദേഹം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 5% ആണ് ടിയർ ഡിവിഡൻഡ്. കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ട്രേഡ് വോളിയം ആണ് കണ്ടീഷൻ. അത് ഒരു പക്ഷേ $100 ആണ് നിങ്ങളുടെ പേഴ്സണൽ ട്രേഡ് വോളിയം ഇക്വലന്റ് ആണെങ്കിൽ 4 ലെവൽ വരെയുള്ള ടിയർ ഡിവിഡൻഡ് കിട്ടും. $1000 ആണ് നിങ്ങളുടെ പേഴ്സണൽ ട്രേഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ 6 ലെവൽ വരെയുള്ള ടിയർ ഡിവിഡൻഡ് എൻഷുർ ചെയ്യും. ദെൻ 5,000-ന് 8 ലെവൽ വരെ, 15,000-ന് 10 ലെവൽ, ദെൻ ലാസ്റ്റ് 30,000 ആണ് 12 ലെവൽ. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പ്ലാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ കൊണ്ടുവരിക്കുന്ന ഒരാള്, ഞാൻ കണക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടി $10,000 അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു സങ്കല്പിക്കുന്നു. മന്ത്ലി 16 മുതൽ 18% വരെയാണ്. അതിൽ 16 ഞാൻ എടുക്കുകയാണ്. 16% എടുത്തു കഴിഞ്ഞാൽ $1,600 ആണ്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ട്രേഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്റ്റേക്കിംഗ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന ടിയർ ഡിവിഡൻഡ് അദ്ദേഹത്തിന് കിട്ടിയ സ്റ്റേക്കിംഗ് പ്രോഫിറ്റ് ആയിട്ടുള്ള $1,600 5% അതാണ് $80 ആണ്. 10 പേരിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടിയെന്ന് സങ്കല്പിച്ചാൽ $800 നമുക്കത് കണ്ടുപിടിക്കാം ടിയർ ഡിവിഡൻഡ്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വന്നിരിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി 10 പേരെ നേരിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. 10 പേര് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ, സെക്കൻഡ് ലെവൽ കമ്മ്യൂണിറ്റിയിൽ 100 പേരാവുന്നു. 100 പേര് 10,000 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 മില്യൺ ആവുന്നു. എന്ന് വെച്ചാൽ 10 ലക്ഷം. 10 ലക്ഷത്തിന് 16% കൊടുക്കേണ്ടി വരുമ്പോൾ $1,60,000 എന്ന് നമുക്ക് ഏകദേശം ആൻസർ കിട്ടുന്നു. അതിന്റെ 5% ഈക്വൽ ടു 8,000 ആണ്. അപ്പോൾ ഇപ്പൊ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 8,800 ആണ്. സോ ദിസ് വേ നമുക്ക് ഈ ഒരു ടിയർ ഡിവിഡൻഡ് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ബിക്കം എ വെരി ഡീസന്റ് എമൗണ്ട്, അല്ലെങ്കിൽ സംടൈംസ് ഹൈ എമൗണ്ട് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. സൂപ്പർ ലീഡർ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു പോയ ഒരു സ്ലൈഡിൽ സീനിയർ എക്സിക്യൂട്ടീവ് പാർട്ട്ണറുടെ കാര്യം പറഞ്ഞു. അത്തരത്തിലൊരു വ്യക്തിയെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഹെർമിസ് എന്ന് പറയുന്ന റാങ്കിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലെവല് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ മാറുന്നു. അൺലിമിറ്റഡ് ഡെപ്തിൽ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ടീമിൽ വന്നിരിക്കുന്ന ടോട്ടൽ ട്രേഡ് പ്രോഫിറ്റിന്റെ 4% നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്ന് എക്സ്ട്രാ ഇങ്ങ് കിട്ടുന്നു. അഥീന എന്ന് പറയുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ 2 പേരെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ 6%, പൊസൈഡോൺ 8%, 3 പേരെ ക്രിയേറ്റ് ചെയ്താൽ, ലാസ്റ്റ് വൺ സൂസ് എന്ന റാങ്കാണ് 10%, പക്ഷെ 4 പേരെ പ്രൊഡ്യൂസ് ചെയ്യണം നിങ്ങളുടെ സ്പോൺസർ ഡയഗ്രത്തിൽ നിന്ന്, ഓരോ ലൈനിൽ നിന്നും ഓരോരുത്തരെങ്കിലും. സോ മൂവിങ് ടു സൂപ്പർ എലീറ്റ് ബോണസ്. ഒരുപക്ഷെ ഈ സൂപ്പർ ലീഡർഷിപ്പ് റാങ്കുകൾ ഒരേ ലൈനിൽ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ആ മുകളിലുള്ള വ്യക്തിക്ക് ഇൻകം ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പനി കൊടുക്കുന്ന ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു ഇൻകമാണ് എലീറ്റ് ബോണസ്. അത് ഹെർമിസ് എന്ന് പറയുന്ന റാങ്കിൽ 1.5, അത്തീന എന്ന് പറയുന്ന റാങ്കിൽ 1.25, പൊസൈഡോൺ 1, സൂസിൽ 0.5. ടൈറ്റൻ അംബാസഡർ ആണ് ഇതിനകത്ത് ഹയസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ. സോ ടു ബിക്കം എ ടൈറ്റൻ അംബാസഡർ യു ഷുഡ് ബി എ സൂസ് എന്ന് പറയുന്ന റാങ്ക് നിങ്ങൾ ആദ്യം എത്തണം എന്നുള്ളതാണ്. അങ്ങനെ 3 പേരെ നിങ്ങൾ സൂസ് റാങ്കിലേക്ക് എത്തിച്ചാൽ യു ആർ എ ടൈറ്റൻ അംബാസഡർ. സോ ഇവിടെ എന്താണ് അഡ്വാൻറ്റേജ്? ഒന്ന്, ലിമിറ്റ് ഒക്കെ ഓവർടേക്ക് ചെയ്യുന്നു. പ്ലസ് നിങ്ങൾ ടെറിട്ടറി നിങ്ങൾക്ക് ഇത് ചെയ്യാം, അതായത് രാജ്യങ്ങളുടെ അതിരുകൾ ഭേദിക്കാം. ഏത് രാജ്യം ടോട്ടൽ ടേൺ ഓവറിന്റെ, അതായത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ, വെദർ ഇറ്റ് ഈസ് ചൈന, ഇന്ത്യ, കംബോഡിയ, എന്തോ ആണ്, അതിന്റെ എല്ലാം കൂടെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ട്രേഡ് പ്രോഫിറ്റിന്റെ 3%. സോ ഇങ്ങനെയാണ് ഇതിന്റെ അച്ചീവ്മെന്റ് അവാർഡുകൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഹൗ ദ കമ്പനി, അല്ലെങ്കിൽ ഈ കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണ്, സ്ട്രെങ്ത് എന്താണ് കമ്പനിയുടെ സ്ട്രെങ്ത്, അത് വളരെ വേഗത്തിൽ പോകാൻ നമുക്ക്, എനിക്കറിയാം ഞാൻ ഇടയ്ക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. സോ ഇത് വളരെ വേഗത്തിൽ പോകാം. ടൈറ്റൻ ഒരു ഓസ്ട്രേലിയ ബേസ്ഡ് കമ്പനിയാണ്. 2013 ടൈറ്റൻ ഗ്ലോബൽ എന്നുള്ള പേര് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ദീർഘനാള് അതേ പേരിൽ തന്നെ 2018 പേര് ചേഞ്ച് ചെയ്തു, ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നുള്ള പേരിലാക്കി. 2022 വരെ, 2013 മുതൽ 22 വരെ ഒരു B2C മോഡലിലാണ് വർക്ക് ചെയ്തത്. വൻകിട കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ
ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഒക്കെ ആയിരുന്നു ഇവരുടെ ക്ലയൻസ്. ഹോൾസെയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരുന്നു. 2022 ഓഗസ്റ്റ് 20 റീറ്റെയിൽ ഓപ്ഷൻ, അതായത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുവേണ്ടി അവർ ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ടാക്കി, ടൈറ്റൻ അക്കാഡമി. ടൈറ്റൻ അക്കാഡമിയുടെ ഉദ്ദേശം ട്രേഡിങ്ങിനെ സംബന്ധിക്കുന്ന അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നല്ല സൂപ്പർ ആയിട്ടുള്ള ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കണ്ടന്റുകൾ അവർക്കുണ്ട്. വീഡിയോ സംഗതികളായിട്ടാണ് അത് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ 1.5 വർഷം കംപ്ലീറ്റ് ചെയ്തു. 2ാമത്തെ വർഷത്തെ ആനിവേഴ്സറി വരുവാണ്. 1.5 വർഷം കഴിഞ്ഞ സമയത്ത് സ്ഥിതി ഇതാണ്. ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്, ദെൻ കൊറിയ, ഇന്ത്യ, ആഫ്രിക്ക കൺട്രീസ്, തായ്വാൻ, 50ഓളം രാജ്യങ്ങൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ സിഇഒ എന്ന് പറയുന്നത് ഹോവാർഡ് യാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഹോങ്കോങ് സ്വദേശിയാണ്. ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ ഹോങ്കോങ്ങിലാണ്. ഏകദേശം 21 വർഷങ്ങളായി ഈ ഒരു ഫൈനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. പല കമ്പനികളുടെയും തലപ്പത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ സിഇഒ ആണ് അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട ഫൈനാൻസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ചൈനീസ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം വളരെ ഹോട്ട് സെല്ലിംഗ് ആണ്. അതിന്റെ റവന്യൂ മുഴുവനായി അദ്ദേഹം ചാരിറ്റബിൾ വർക്കിന് വേണ്ടി യൂസ് ചെയ്തു. കമ്പനി അവാർഡ് വിന്നിംഗ് കമ്പനിയാണ്. പോയ വർഷത്തെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് ഫോറക്സ് ബ്രോക്കർ അവാർഡ് നേടിയിട്ടുണ്ട്. ഇതൊരു ബ്രോക്കിംഗ് ഫേമും കൂടാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ആൽഗോറിതമിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവാർഡ് നേടിയിട്ടുണ്ട്, ബിക്കോസ് സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഫിൻടെക് ഇന്നോവേഷൻ അവാർഡ് നേടിയിട്ടുണ്ട്. പുതിയ ടെക്നോളജിയെ സ്വാഗതം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നാളിതുവരെ നടന്നിട്ടുള്ള സെമിനാർ, എക്സ്പോ ആൻഡ് അവാർഡ്സ്. ഫസ്റ്റ് നമ്മൾ ഈ കമ്പനിയെ കാണുന്നത് ദുബായിൽ നടന്നിട്ടുള്ള എക്സ്പോയിൽ നിന്നാണ്. സെപ്റ്റംബർ 25, 26 തീയതികളിൽ 2022 ഇവിടെ നടന്നുള്ള എക്സ്പോയിലാണ് കമ്പനി ആദ്യമായിട്ട് കാണുന്നത്. അവിടെയാണ് ഈ പ്രോഗ്രാം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, റീറ്റെയിൽ ഓപ്ഷൻ. സെക്കൻഡ് എക്സ്പോ ഇന്ത്യയിൽ നടന്നു, പ്രഗതി മൈതാൻ, ന്യൂഡൽഹി. 2023 മാർച്ച് 27, 28, 29 തീയതികളിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇനാഗുറേറ്റ് ചെയ്തു. ഏകദേശം 400ഓളം കമ്പനികൾ പങ്കെടുത്തു. അത് വലിയൊരു എക്സ്പോ ആയിരുന്നു. ദെൻ ഒരു സെമിനാറാണ്. സെമിനാർ സ്റ്റാർട്ട് ചെയ്ത്, ലോകത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിൽ നിന്നാണ്, ലുധിയാന, പഞ്ചാബ്. 2023 ഏപ്രിൽ 23 സെക്കൻഡ് വൺ ദുബായിൽ നടന്നു, മെയ് 14, 2023. തേർഡ് വൺ 16 ജൂലൈ 2023 ഗോവയിൽ നടന്നു, സൗത്ത് ഇന്ത്യയിൽ. ദെൻ അഗെയിൻ അങ്ങനെ മൂവ് ചെയ്ത് വന്ന സമയത്ത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി പ്രോഗ്രാം ബാങ്കോക്ക്, തായ്ലൻഡ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ലീഡേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ബാലി, ഇന്തോനേഷ്യയിൽ ഒരു ഗ്ലോബൽ ലീഡേഴ്സ് സമ്മിറ്റ് നടത്തി. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പുതിയ സ്ട്രീം ഓഫ് ബിസിനസ്, ഈ ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രി, അതുവരെ ഫോറക്സ് ആയിരുന്നു ഇവരുടെ ബിസിനസ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് MOU സൈനിങ് പ്രോഗ്രാമാണ്, കമ്പനികളുടെ MOU സൈനിങ് പ്രോഗ്രാമാണിത്. അതിനുശേഷം കഴിഞ്ഞ നവംബർ 5 ദുബായിൽ ഒരു വലിയ പ്രോഗ്രാം നടന്നു, സെമിനാറായിട്ട്. സോ ദ എൻഡ് ഓഫ് ടൈറ്റൻ വെർഷൻ 1. ടൈറ്റൻ വെർഷൻ 2 സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 16 ദ ബിഗിനിങ് ഓഫ് വെർഷൻ 2. നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് ടൈറ്റൻ വെർഷൻ 2ലേക്ക് ഡയറക്ട്ലി ആണ്. അപ്പോൾ അതുമായി അത് അനൗൺസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആദ്യം നടത്തി ഡിസംബറിൽ, പട്ടയ, തായ്ലൻഡിലായിരുന്നു അത്. ടൈറ്റൻ വെർഷൻ 2 വന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ഒരു കോണ്ടസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിന് അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി നടന്നത് ഗാലക്സി ചലഞ്ച് സ്റ്റാർ അവാർഡ്സ് ആണ് അതിന്റെ പേര്. അത് ഇപ്പോൾ ഈ മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്തത്, 24 മാർച്ചിലാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ബാങ്കോക്ക്, തായ്ലൻഡിലാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ദെൻ കമ്പനി ലോകത്ത് നടക്കുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഇവന്റ്സിലും പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ വരാൻ പോകുന്ന ചില ഇതാണ് ഇവന്റുകളെ കുറിച്ചുള്ള. ഇന്ത്യയിലും ഒക്കെ വരുന്നുണ്ട്, ബംഗളൂരുവിൽ ഈ വർഷം അവസാനം, ദെൻ ടെക്സാസിലുണ്ട്, USA. കമ്പനി മീഡിയ അവാർഡുകൾ നേടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഫൈനാൻസ് മാഗസിൻ, ഗ്ലോബൽ ബ്രാൻഡ് മാഗസിൻ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഒരു മീഡിയ ഇന്റർവ്യൂവിലേക്ക് കമ്പനിയെ ക്ഷണിക്കുകയുണ്ടായി. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സ്വന്തമായി നടത്തുന്ന ഒരു ടൈറ്റൻ ഫൗണ്ടേഷൻ, ഒരു CSR ആക്ടിവിറ്റി പോലെയാണ്. ഫുൾ ടൈം വോളണ്ടിയേഴ്സിനൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്കൂളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 2 സ്ട്രീം ഓഫ് ബിസിനസ് ആണ് കമ്പനിക്കുള്ളത്. ഒന്ന് ഫോറക്സ് ആണ്, 2 ക്രിപ്റ്റോ ആണ്. അതിൽ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ പരിചയപ്പെടാം. ഫോറക്സിൽ 2 ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോക്സ് ആൻഡ് വൈസ്ഫിങ്സ്. ഫയർഫോക്സിന്റെ തലവൻ ഇമ്മാനുവൽ പീറ്റേഴ്സൺ, അദ്ദേഹം 21 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഫോറക്സിലുള്ളത്. ദെൻ വൈസ്ഫിങ്സ് ആന്റണി ജെഫേഴ്സൺ ആണ്, അദ്ദേഹവും 15ഓളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർ രണ്ടുപേരും 2 ടെക്നോളജികളാണ് യൂസ് ചെയ്യുന്നത്, 2 ടൈപ്പിലുള്ള ഇതാണ്. ആദ്യം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അവർ കൂടുതലും ചെയ്യുന്നത് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. ഇവർ ചെയ്യുന്നത് കോപ്പി ട്രേഡിംഗ് ആണ്. മറ്റവർക്കും കോപ്പി ട്രേഡിംഗ് ഉണ്ട്, പക്ഷെ ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടം ട്രേഡിംഗ് ടെക്നോളജി. കാര്യം ബാക്ക്ഗ്രൗണ്ടിലുള്ള റവന്യൂ ജനറേഷൻ ഇല്ലെങ്കിൽ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്വാണ്ടം ട്രേഡിംഗ് ടെക്നോളജി, ബിഗ് ഡേറ്റ അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
ദെൻ അടുത്തൊരു സ്ട്രീം ഓഫ് ബിസിനസ് ക്രിപ്റ്റോയാണ്. ക്രിപ്റ്റോയിൽ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിലൊന്ന് ക്രിപ്റ്റോ ആർബിട്രേജ് ട്രേഡിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മിച്ചൽ ആദംസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിന്റെ ഹെഡ് ട്രേഡർ. ദെൻ ടൈറ്റൻ ഫൈനാൻസ് ആണ്. ടൈറ്റൻ ഫൈനാൻസിന്റെ ഒരു എക്കോ സിസ്റ്റമാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത്. അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ TTT എന്ന് പറയുന്ന അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിജിറ്റൽ അസറ്റ് എന്ന് പറയും. കമ്പനി ഇതാണ് ഈ വർഷത്തെ Q2 ത്രൈവ് കാർഡ് ലോഞ്ചിങ് ഉണ്ട്. പക്ഷേ Q2 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലോഞ്ചിങ് ജൂലൈയിൽ ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ ഈ Q2 തന്നെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മളുടെ ഒരു പെട്ടെന്നൊരു പ്രൈസ് ഹൈക്ക് ഒക്കെ വന്നത്. അതിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ കാണുന്നു. Q2 അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ 2 എക്സ്ചേഞ്ചുകളിൽ കൂടി TTT ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൽ ബാങ്കും MEXC ഗ്ലോബലും. Q3 തന്നെ ടൈറ്റൻ അക്കാഡമിയുടെ ഓഫീസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യയിലാണ്, എയ്തർ ഇറ്റ് ഈസ് ഇൻ മുംബൈ ഓർ ഡൽഹി. പിന്നെ ഉള്ളത് ദുബായിൽ 2 ഓഫീസുകളാണ്. Q4 4-5 എക്സ്ചേഞ്ചുകൾ കൂടി TTT ലിസ്റ്റ് ചെയ്യും. Gate.io എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലും ദെൻ ഹൂബി എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലും. ഓരോ ക്വാർട്ടറിലും കമ്പനിക്ക് ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ആ ഇപ്പോഴത്തെ കോൺടെസ്റ്റ് നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. അതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഹോങ്കോങ്ങിൽ ഓഗസ്റ്റ് 18-ാം തീയതി നടക്കുന്ന കമ്പനിയുടെ 2nd ഇയർ ആനിവേഴ്സറി പ്രോഗ്രാമിൽ പങ്കെടുക്കാം. വിത്ത് ടിക്കറ്റും 4 days and 3 nights പ്രോഗ്രാമാണ്. അതിലേക്ക് എവരെയും സ്വാഗതം ചെയ്യും. ഇമ്പോർട്ടൻ്റ് പറഞ്ഞുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റിസർച്ച് നല്ല തറോലി നിങ്ങൾ റിസർച്ച് ചെയ്യുക പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ച്. അണ്ടർസ്റ്റാൻഡിങ് ദ ഫ്യൂച്ചേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ റിട്ടേൺസ്. ആരെങ്കിലും അതിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ്. ഈ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് മികച്ച രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാനും പറ്റും. ഇഫ് യു ആർ ഇൻ ദ സിസ്റ്റം. ഇതുമായിട്ട് നിങ്ങൾ ഇപ്പോൾ റിസർച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഗോൾ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവരുടെ ഫൈനാൻഷ്യൽ നീഡ്സ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷോർട്ട് ടൈം, മിഡ് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ഗോളുകളുണ്ട്. അതുമായിട്ട് ഇത് അലൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് നിങ്ങൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ വൈവിധ്യത അല്ലെങ്കിൽ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജോലിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം റിസ്ക് അസസ്മെന്റ്. എപ്പോഴും ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പ്രോഗ്രാമുകളിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി യുവർ സർപ്ലസ് മണി. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി കൊണ്ട് പണയം വെച്ചിട്ട് 10 ലക്ഷം രൂപയും കൊണ്ട് അതൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ. ക്രിപ്റ്റോ ഈസ് എ വോളറ്റൈൽ നേച്ചറുള്ള ഒരു ബിസിനസ്സാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ആ വോളറ്റൈൽ നേച്ചറിൽ നിന്നുകൊണ്ട് ഈ കോമൺ സെൻസും കൂടെ അപ്ലൈ ചെയ്തിട്ട് എത്ര രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, അതാണ് നിങ്ങൾ എന്തായാലും രക്ഷപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് കൊണ്ടുവരുന്ന സമയത്ത് മന്ത്ലി ലോൺ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ആദ്യത്തെ 1-2 മാസം ഒരു പക്ഷേ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിലേക്ക് നമുക്കത് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് അത് പ്രൈസ് എന്തായാലും ഹൈക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രൈസിന് വിൽക്കുകയും ചെയ്യും. സോ അങ്ങനെയുള്ള സർപ്ലസ് മണി ആയിരിക്കുന്നതാണ് ഉചിതം. അപ്പോൾ അതാണ് ഞാൻ റിസ്ക്, അല്ലാതെ റിസ്ക് ഒന്നുമില്ല. കാൽക്കുലേറ്റഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് റിസ്ക് മാത്രമേ ഉള്ളൂ. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺസിഡർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പബ്ലിക്